സ്തലോഡ് ഹല്ലേലിയ ഹല്ലേലിയ ഹല്ലേലിയ. സഹോദരങ്ങളെ, മാർച്ച് മാസം 1-ാം തീയതി നമ്മളായിരിക്കുമ്പോൾ കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ നമ്മളെ നടത്തിയ വിധങ്ങളെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. സഹനങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെങ്കിൽ ഇതാ കർത്താവിൻ്റെ കരുണ, ആ കരുണയെ നമ്മൾ ആശ്രയിച്ചു, നമ്മളെ ദൈവം നയിച്ചു. എല്ലാത്തിനും നമ്മൾ നോയമ്പ് കാലത്തിൻ്റെ ഈ 2-ാമത്തെ ആഴ്ചയിലെ ഞായറാഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ മാർച്ച് 1-ാം തീയതി യേശുപിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ. നമുക്കറിയാം, യേശുപിതാവിൻ്റെ തിരുനാൾ മാർച്ച് 19 യേശുപിതാവിൻ്റെ മരണ തിരുനാൾ നമ്മൾ ഒരുങ്ങുമ്പോൾ ആ യേശുപിതാവിൻ്റെ വലിയ മധ്യസ്ഥ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുവാനായിട്ട് ജീവിതയാത്രയിൽ നമ്മളെ സഹായിക്കും. നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട്, അമ്മേ മാതാവേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ ആ പ്രത്യേകമായ ആ കൃപയും എല്ലാം നമ്മളിലേക്ക് ഒഴുകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാത്തിനും ഒന്ന് നന്ദി പറഞ്ഞ് യേശുവേ എന്ന് വിളിച്ച് നമുക്ക് യേശുനാമം വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുപിതാവേ, പ്രത്യേകം ഞങ്ങളുടെ മേൽ കരുണയോടെ വീക്ഷിച്ച് ഞങ്ങൾക്ക് അങ്ങിൽ നിക്ഷേപിച്ചേക്കുന്ന ആ നിധികളിൽ നിന്നും ഞങ്ങൾക്ക് കൃപകൾ തരണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഹല 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 ഹല. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്നും പ്രത്യേകമായി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടുവാൻ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലൂടെ നീളെ എളിമയോടുകൂടി ജീവിച്ച യേശുപിതാവേ, ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഈ മാർച്ച് മാസം തുടക്കത്തിൽ ഞങ്ങളിതാ മുട്ടിപ്പോയി നമ്മുടെ നിയോഗങ്ങളെല്ലാം ഒന്ന് സമർപ്പിക്കാം. കുരിശിൻ ചുവട്ട് നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് നമുക്ക് ഈ നോയമ്പ് കാലത്ത് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കവിധം ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനം പറയുന്ന യെശയ്യാ പ്രവാചകൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനം, കർത്താവ് നിനക്ക് ക്ലേശത്തിൻ്റെ കഷ്ടതയുടെയും അപ്പവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ കർത്താവിനെ ദർശിക്കും, ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകളുടെ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഈശോയെ, ഞങ്ങൾക്ക് ഓരോ സമയം പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ഞങ്ങളെ യുദ്ധം മൂലം വിഷമിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും ഇപ്പോൾ, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ, ഇസ്രായേൽ, എല്ലായിടത്തും യുദ്ധത്തിൻ്റെ ആ ഒരു ഭീഷണിയിലും കഷ്ടതയിലൊക്കെ കഴിയുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയെ കരുണയായിരിക്കണമേ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമേ, കർത്താവ് അരുളി ചെയ്യുന്നു, ആകയാൽ എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ഈശോയെ, കണ്ണീരോടെ അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കും. അവരുടെ വഴി സുഖമായിരിക്കും. ഈശോയെ നന്ദി 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 നന്ദി. സ്തുതി സ്തുതി സ്തുതി. എഫ്രായിം എൻ്റെ വത്സലപുത്രൻ